ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇത് സീമക്കൊന്നേൻ്റെ ചപ്പ് അരിഞ്ഞു വെച്ചതാണ്. ഇത് പപ്പായ ചപ്പ് അരിഞ്ഞു വെച്ചതാണ്. ഇതാണ് പപ്പായ ചപ്പ്. ഇത് അരിഞ്ഞു വെച്ചത് ഇത് പപ്പായ ചപ്പ്. പിന്നെ ഇത് സീമക്കൊന്നേൻ്റെ ചപ്പ്. അത് സീമക്കൊന്നേൻ്റെ ചപ്പ് അരിഞ്ഞു വെച്ചതാണ്. ഇത് പപ്പായ ചപ്പായത് പിന്നെ അരിഞ്ഞു വെച്ചതാണ്. ഇത് അരച്ചെടുക്കാൻ വേണ്ടി ഞാനെന്നാൽ ഇപ്പം കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇത് ഒരു നല്ലൊരു വളമാണ്. പിന്നെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണി എടുക്കുന്നത്. നല്ല ഉണങ്ങിയെടുത്തുനിന്ന് തീർത്ത് കൊടുത്ത് നല്ല ഉഷാറായിട്ട് കറുപ്പോടെ വന്നിട്ട് നല്ല കായ് പൂ ഉണ്ടാവാനായിട്ട് എടുക്കുന്നൊരു വളമാണ് ഇത്. ഇത് നല്ലൊരു വളമാണ്. ഇത് നിങ്ങൾ നോക്കിക്കണ്ട് എല്ലാം പരീക്ഷിച്ച് നോക്കി നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഇത് കപ്പച്ചപ്പ്. ഇതെന്നാന്ന് പറയണ്ടേ, ഇത് വെള്ളം കൊടി. നമ്മൾ വെള്ളം കൊടിയൊന്നും കണ്ടില്ലേ? ഇത് നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല. നമ്മൾ മഴുത്തണ്ടിന് പകരം എടുക്കുന്ന ഒരു സാധനമായി കണ്ടാ. ഇത് കണ്ടില്ലേ? ഈ വെള്ളം ഈ തണ്ടിൽ തേച്ചും വെള്ളമാണ്. ഇത് ലേശം ഇത് അരിഞ്ഞിട്ടെ, ഇതിവിടെ അരിഞ്ഞിട്ട് ഇതെല്ലാം കൂടി അരിഞ്ഞിട്ട് നല്ലൊരു വളമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. പിന്നെ എല്ലാം നല്ല വിറ്റാമിനുള്ള സാധനങ്ങളാണ്. പിന്നെ കാൽസ്യവും ഇതെല്ലാം ഉള്ളതാണ്. പിന്നെ പൊട്ടാസ് എല്ലാം അടങ്ങിയതാണ്. ഇതിൻ്റെ അകത്ത് എല്ലാം കൂടി കൂട്ടാനാണ് തോന്നുന്നു. പൊട്ടാസ്, ഇരുമ്പ് സത്ത്, മറ്റുള്ള പിന്നെ നൈട്രജനും ഇതെല്ലാം ഇതിലുണ്ട്. എല്ലാം ഇതിൽ അടങ്ങിയതാണ്. എല്ലാ കാര്യവും ഇതിൽ അടങ്ങിയതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത് കക്കിരിക്ക് ഈ പച്ചക്കറിക്ക് ഇപ്പം നട്ട പച്ചക്കറിക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെന്നാന്ന് അറിയണ്ടേ, ഇത് ആനേടി എന്നറിയാമോ നിങ്ങൾക്ക്? ആനേടി അറിയാം? ആനേടി എന്നാണ് പറയുക അതിന്. ആനേടി എന്ന് വെച്ചാൽ ആനേടി എന്ന് പറയുന്നത് ഒരു പൂവാണ്. ഇത് ഒരു നല്ല ഇതിങ്ങനെ ഇതാണ്. ഇത് അടിയിലിങ്ങനെ പരന്നിട്ടാകുമ്പോൾ ഇതിങ്ങനെ വന്നിട്ടാകുമ്പോൾ ഇതിൻ്റെ നടുക്കുന്ന ഒരു കൊള്ളി മേലോട്ട് പോകും. അതിൻ്റെ മേലെ നിന്ന് ഇങ്ങനെ ചെറിയ നാക്ക് പോലത്തെ നീളൂല പൂക്കളുണ്ടാവും. ആ പൂക്കളുള്ള ആനേടി ചപ്പായി. ആനേടി എന്നാണ് ഞങ്ങൾ പറയുക. നിങ്ങൾ ഓരോരിക്കലും ആനച്ചുണ്ടെന്ന് എന്തെല്ലോ പറയും തോന്നുന്നു. ഞാനിപ്പോൾ ഇതും കൂടിയാണ്. ഇതാണ് ഇതിനകത്തെ പ്രധാന വില്ലൻ. ഇതാണ് നല്ല ഒരു ഇതാണ്. അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നെ. ഇതാണ് ഇതിൻ്റെ വില്ലൻ ഈ കൂട്ടത്തിൽ എല്ലാറ്റിനും. ഇതെല്ലാം കൂടി എടുത്തിട്ട് അരച്ച് കൊണ്ടുവരിക. അരച്ച് കലക്കി കുറച്ച് ചാരം എടുക്കുക. ചാരം എടുത്ത് പിന്നെ ചാരവും കൊണ്ട് കലക്കി നല്ല ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി വളമായത്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇതൊന്ന് അരച്ചിട്ട് വരട്ടെ. ഇത് നല്ല അടിപൊളി വളമാണ്. ഇത് ഞാനൊന്ന് അരച്ചിട്ട് വരാം. എന്നാൽ അത് അരച്ചിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഇവിടെ അരച്ച് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഈ ബക്കറ്റിൽ ഇത് ഒഴിക്കട്ടെ. ഇതിപ്പോൾ അരച്ച് കൊണ്ടുവന്ന് ഇത്ര പൊരിയുണ്ട് വേണ്ടാ. നല്ല പേസ്റ്റ് പോലെ ആക്കി അരച്ച് കൊണ്ടുവന്ന് ഇതിൽ കഞ്ഞീൻ്റെ വെള്ളം. ഇത് കഞ്ഞി വെള്ളം. നേരത്തെ പൊളിപ്പിച്ച കഞ്ഞീൻ്റെ വെള്ളം. ഇത് ഒഴിക്കണം. ഇത് കഞ്ഞി വെള്ളം ഒഴിച്ചിട്ട് കണ്ടില്ലേ, കഞ്ഞി വെള്ളം ഒഴിക്കണം. കഞ്ഞിൻ്റെ വെള്ളം ഒഴിച്ച് ഇനിയിപ്പോൾ ഇത്ര പോലെ ചാരം ഇടുന്നുണ്ടേ. ചാരം കണ്ടില്ലേ, ചാരം ഇട്ടു. ഇതിൽ ഒരു ഇത്ര ലേശം പിന്നെ ഇത് ഇടുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ ഇത് വേപ്പും പിണ്ണാക്കാണേ. കുറച്ച് വേപ്പും പിണ്ണാക്ക് കേട്ടോ. അത്രേ ഉണ്ട്. 2 പിടി വേപ്പും പിണ്ണാക്ക്. ഇതെല്ലാം കൂടി ഇപ്പോൾ കലക്കി. വേപ്പും പിണ്ണാക്കിൻ്റെ പൊടിയാണ്. എല്ലാം കൂടി കലക്കി. ഇനിയിപ്പോൾ ഇത്ര പരിയുണ്ട്. ഇതിലിപ്പോൾ അതിൽ നിറച്ചും വെള്ളം ഒഴിക്കുക. ഒരു 5 ഇരട്ടി വെള്ളം ഒഴിക്കുക. ഒരു 5 ഇരട്ടി വെള്ളം ഒഴിക്കുക. ഇങ്ങനെയാക്കി. അത് കുറഞ്ഞു പോയാലും സാരമില്ല, കൂടിയാലും വലിയ കൂടണ്ട. നമ്മൾ ഏകദേശം ഇങ്ങനെ ഈ തോതിനാക്കിയാൽ മതി. നമ്മൾ എത്ര എടുത്തിനും അതിൻ്റെ തോതിന് വെള്ളം കൂട്ടി ചേർത്താൽ മതി. അത് ഇനി പിന്നെ ഒന്നും നോക്കണ്ട. അതിന് പിന്നെ ഒന്നും പ്രശ്നമില്ല. ഇതിപ്പോൾ
നിങ്ങൾ ഇതിപ്പോൾ ഇനിയിപ്പോൾ നമുക്കെന്ന് വേണ്ട വെച്ചാൽ ഇതിനെല്ലാം ഒഴിച്ച് കൊടുക്കണം എല്ലാറ്റിനും. ഇതാ അതിനെല്ലാം നല്ലതാണ്, നല്ലോണം ഉണ്ടാവാൻ, നല്ല കായ് പൂത്ത് നല്ല എനർജി വന്നിട്ട് ഉണ്ടാവാനുള്ളതാണ്. ഇതെല്ലാം ഒഴിക്കട്ടെ. ഇപ്പോൾ ഞാനിപ്പോൾ ആ പച്ചക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. അവിടെ ചെറിയതിന് കുറച്ച് ഒഴിച്ച് കൊടുക്കട്ടെ. ഇത് മതിയോ? ഇതിപ്പോൾ വേണ്ടില്ലേ? ഇതിപ്പോൾ കണ്ടില്ലേ? ഇതാ ഇത് താലോലിയാണ്. ഇത് അങ്ങോട്ട് എടുത്ത് കൊണ്ടക്കേണ്ടിയാണ്. എനിക്ക് എടുത്ത് കൊണ്ടക്കാൻ ആവാതെ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം ഇവിടെ തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു. നാളെ എടുത്ത് കൊണ്ടക്കാൻ പറ്റി കൊണ്ടക്കാം എന്ന് വിചാരിച്ചാ. കണ്ടില്ലേ? ഇനി കുറച്ച് നമുക്കിത് ഒഴിച്ച് കൊടുക്കാമല്ലോ. ഇതിപ്പോൾ എല്ലാം പടന്നു പോയി, എല്ലാം ഒന്നരപ്പാടെ ആയിപ്പോയി. എന്താ കണ്ടില്ലേ? ഇതിപ്പോൾ നമുക്ക് ഈ വളം ഒഴിച്ച് കൊടുക്കാം. നല്ല ഇതാണ്. ഇതിപ്പോൾ വേഗം പെട്ടെന്ന് കറുത്ത് നല്ല വളമായിട്ട് വരും. എന്താ കണ്ടില്ലേ? ഇതിങ്ങനെ ഇതെല്ലാം കുറേശ്ശെ ഒഴിച്ച് കൊടുക്കട്ടെ. കണ്ടില്ലേ? ഇത് നല്ലൊരു അടിപൊളി വളമാണ്. ഇത് നമുക്ക് നോക്കാം. എല്ലാത്തിനും ഒഴിച്ച് കൊടുക്കണം. അതാണ് ഇതിപ്പോൾ എടുക്കട്ടെ. ഇതിപ്പോൾ നമുക്ക് ഞാൻ ഇട്ടുകൊണ്ട് കഴിഞ്ഞിട്ട് ഇട്ട് കൊണ്ടിട്ട് ഇനി ഒഴിക്കട്ടെ. ഒഴിക്കട്ടെ. ഇനി ഒഴിക്കട്ടെ. ഇത് ഒഴിക്കട്ടെ. ഇനിയിപ്പോൾ ഇത് ഒഴിച്ച് കൊടുക്കാം. ഇത് കണ്ടില്ലേ? ഇതേപോലെ ഇതിന് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് 2 ദിവസം കൊണ്ട് ഇത് കറുത്ത് നല്ല ചെടിയ നല്ല ഉഷാറായിട്ട് വരും. നല്ല ഒരു വളമായിട്ട് അതാണ്. വേഗം അരച്ചിട്ട് ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കാൻ കഴിയും. അതിന് പിടിക്കൂലോ. നമ്മളിപ്പോൾ ചപ്പ ഇല അങ്ങനെ തന്നെ ഇട്ടതാണെന്ന് കിട്ടില്ല, പിടിക്കൂല വേഗം. അത് കുറേ കഴിയണം അതതിന് വളമായിട്ട് പിടിക്കേണ്ടിട്ട്. ഇതാകുമ്പോൾ എന്ന് വെച്ചാൽ വേഗം പെട്ടെന്ന് പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ തന്നെ ഒഴിച്ച് കൊടുക്കുന്നത്, അരച്ചിട്ട് ഒഴിച്ച് കൊടുക്കാൻ കാരണം. മറ്റേതിപ്പോൾ അങ്ങനെ തന്നെ വാരിയിട്ടാൽ പോരായിട്ടല്ല. ഇതാകുമ്പോൾ ഒരു പാവക്കില്ല, അത് നല്ലോണം ഉണ്ടാകുന്നുണ്ട്. അതിനൊന്നും കൂടി കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കും. അല്ല ഇപ്പം കണ്ടില്ലേ നിങ്ങൾ? ഇപ്പോൾ ഈ തക്കാളിക്കും കൂടി ഒഴിച്ച് കൊടുക്കട്ടെ. തക്കാളിക്ക് ഒഴിച്ച് കൊടുക്കട്ടെ.
ഈ തക്കാളി കൂടെ വെച്ച് കൊടുക്കട്ടെ. തക്കാളി ഒഴിക്കട്ടെ. തക്കാളി ഒന്നും ഉഷാറായിട്ടില്ല. തക്കാളിയെല്ലാം ഒന്നും പണിയെടുക്കാൻ പറ്റാതെ കൊണ്ട് എല്ലാം പോക്കാം. കഴിഞ്ഞ പ്രാവശ്യം പോലെ നല്ലപോലെ ആദ്യമേ നോക്കി നല്ല തക്കാളി ഏറ്റവും വരുമായിരുന്നു. എനിക്ക് നോക്കാൻ കഴിയുന്നില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം കണ്ടില്ലേ, പിന്നെ കാട് കയറി മൂടി. ഇപ്പം ഇതെല്ലാം പരിക്കേണ്ടെങ്കിൽ ഒരാളെ ആക്കേണ്ടി വരും. ആളെ ആക്കിയാൽ എത്ര വേണം? അതുകൊണ്ട് ഇങ്ങനെ ഞാൻ കഴിച്ചു കൂട്ടുകയും. കണ്ടില്ലേ, ഇത് നല്ലൊരു അടിപൊളി വളമാണ്. ഇതിപ്പം ഈ കത്തിരിക്ക കായ് ഉണ്ടായി തുടങ്ങി. കണ്ട അത്രയും ദിവസമായിട്ടുള്ളൂ. ഇതാ കണ്ട കായ് കണ്ട, ഇതാ കണ്ട കായ് ഉണ്ടാകുന്നുണ്ട. വേഗം കായ് ആയി തുടങ്ങി. എല്ലാവരും ആയി തുടങ്ങി. ഇനി വേഗം പെട്ടെന്ന് ഇനി കായ് നന്നാവാനും കായ് വളരുമ്പോൾ എണ്ണം വെക്കാനും എല്ലാം കൂടിയിട്ടുള്ളതാ. ഇതാ കായ് കണ്ട, ഇതാ എന്താ നമ്മൾ പണിയെടുത്തിട്ട് ഇങ്ങനെ കാണുമ്പോൾ നീ സന്തോഷം കണ്ട. ഇനി ഇതാ ഇതെല്ലാം ആയി കണ്ടാ, കായ് ആയി തുടങ്ങി കണ്ടാ കണ്ടാ. ഇതെല്ലാം ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു സന്തോഷമുണ്ട്. ഇവിടെയെല്ലാം ഉണ്ട്. ഇവിടെ മാത്രമല്ല എല്ലാറ്റിനും ഉണ്ട്. അതിന് കണ്ടാ, ഇതാ ഇത് കണ്ട, ഇതാ കണ്ടാ. അതേപോലെ എല്ലാറ്റിനും ആയി തുടങ്ങി. മേലോളം ഇനിയിപ്പോൾ പെട്ടെന്ന് ഇതിപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് ഇമ്മിൽ ഇഷ്ടംപോലെ ഉണ്ടാവും. അതുകൊണ്ട് എനിക്കെല്ലാം പണി എടുക്കണ്ടോ എന്ന് വിചാരിച്ചില്ല. ഞാനിങ്ങനെ പോകേണ്ടതുകൊണ്ട് എനിക്കിനി പണിയെടുക്കാൻ പറ്റില്ല. വെറുതെ കളഞ്ഞിട്ട് പിന്നെ ഞാൻ വെച്ച് എത്തുന്നിടത്തോളം എത്താതെ എടുത്ത് അപ്പോൾ പോയിക്കോട്ട്, എന്നാലും എനിക്കൊരു പണി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുക്കുന്നതാണ്. ഇത് നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഈ വള അടിപൊളി വളമായിരിക്കും. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഗുണം നിങ്ങൾ എനിക്ക് കമൻറ്റായിട്ട് ഇട്ടാൽ മതി. നല്ല എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, എന്തുണ്ടെന്ന് നോക്കുക. ഇത് തന്നെ നല്ലൊരു വളമാണ് ഇത്. ഇതുവരെ ഞാൻ എടുത്തതിലെല്ലാം ഏറ്റവും കൂടുതൽ നല്ലൊരു വളമാണ് ഇത്. അതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം. എനിക്കത്രേ പറയാനുള്ളൂ. നമ്മൾ പിന്നെ ചെയ്യുന്ന പണിക്ക് ഒരു ഉത്തരവാദിത്വം അല്ല, നമ്മൾ എടുക്കുന്നതിന് ഒരു സന്തോഷത്തിലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണിയെടുക്കുന്നത്. എനിക്ക് പക്ഷേ ഇപ്പോൾ ഒന്നും പറ്റാതെ കൊണ്ട് നിങ്ങളൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ പച്ചക്കറീൻ്റെ കൈലാസാകുവാൻ ഇപ്പോൾ പറിച്ചിട്ട് പച്ചക്കറി നിറഞ്ഞിട്ട് അടിയിടിയിൽ നിറഞ്ഞിട്ട് കൊടുക്കുന്നത് നിങ്ങളെ കാണിച്ചു തരുമായിരുന്നു. പക്ഷേങ്കിൽ എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു വിഷമമുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് ഇതെല്ലാം ഞാനിപ്പം സ്വന്തം ശരിക്ക് തടിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഞാനിവിടെ പച്ചക്കറീൻ്റെ കൈലാസമായിരിക്കും. ഓരോന്നും പറിച്ച് നിങ്ങൾക്ക് കൂട്ടിയിട്ട് ഞാൻ കാണിച്ചു തരുമായിരുന്നു. അത്രക്കും ഞാൻ കാണിച്ചു തരുമായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് കുറച്ച് നട്ടിട്ട് ഞാൻ കാണിക്കുന്നത്. ഇനിയും എൻ്റെ കാലിൻ്റെ എല്ലാം മാറി വന്നിട്ട് എനിക്ക് ഏലാവുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വിപുലമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരും. അതുകൊണ്ട് ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് എന്താ വെച്ചാൽ ഞാൻ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. നിങ്ങൾ ഫുള്ളായിട്ട് കാണാണ്ട് എനിക്കിപ്പം ഈ ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരും കാണുന്നില്ല. അതുകൊണ്ട് എല്ലാവരും അത് കാണണം. കണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും കാര്യമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കാണാണ്ട് നിൽക്കരുത്. ഞാൻ എത്രയും കഷ്ടപ്പെട്ടിരുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്ന് വേണ്ടതെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കാണണം. എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി. പിന്നെ ഇനി നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.